ജാനിയുടെ സ്വന്തം കാശി. ക്ഷേത്രത്തിലെ ശ്രീകോവിലേക്ക് നോക്കി തൊഴുന്ന മഹാലക്ഷ്മിയുടെ മിഴികൾ മകനെ ഓർത്ത് അളവില്ലാതെ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരുന്നു. അവനുവേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിനം പോലും ആ അമ്മക്കില്ലായിരുന്നു. അമ്മേ, എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് വരാനുള്ള മനസ്സ് കൊടുക്കണേ. അവനില്ലാതെ എനിക്ക് കഴിയുന്നില്ല. ഒരിറ്റ് വെള്ളം പോലും എനിക്കിന്ന് തൊണ്ടയിലൂടെ ഇറക്കാൻ സാധിക്കില്ല. അവനില്ലാതെ പറ്റുന്നുമില്ല. ദേഷ്യം എൻ്റെ കുട്ടിയുടെ കൂടപ്പിറപ്പായിപ്പോയി. അവനെ വിട്ട് ദേഷ്യം പോവില്ല. ദേഷ്യമുണ്ടെങ്കിലും അവനെ സ്നേഹിക്കുന്നവരെന്നും എൻ്റെ കുട്ടി തിരിച്ച് സ്നേഹിച്ചിട്ടേയുള്ളൂ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ കുഞ്ഞ് ജീവിച്ചിട്ടുള്ളൂ. എന്നിട്ടും ഒരു തെറ്റ് ചെയ്യാത്ത കുഞ്ഞിനെ. നെഞ്ചുപൊട്ടുന്ന വേദനയോടെ തൊണ്ടയിടറിക്കൊണ്ടവർ കണ്ണുകൾ അടച്ചു നിന്നു. എല്ലാ പിറന്നാളിലും അതിരാവിലെ എൻ്റെ മുടിയിൽ ഒരു മന്ദാരപ്പൂ വെച്ചെന്നിട്ട് പറയും, അമ്മൂസിന് ഞാനാണ് ആദ്യം പിറന്നാൾ സമ്മാനം തന്നതെന്ന് ഗൗരവത്തോടെ പറയും. അവിടെ പോലും ഒരു ചിരി കാണിക്കാൻ പിശിക്കുന്ന ഒന്നിനുമല്ല. അമ്മയുടെ കാശിക്കുട്ടിക്കൊന്ന് ചിരിച്ചൂടെയെന്ന് ഞാൻ ചോദിക്കാൻ വേണ്ടിയാണ്. അത് കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞടക്കും. കോവിലേക്ക് നോക്കി ആരോടെന്നില്ലാതെ മഹാലക്ഷ്മി അവൻ്റെ ലോകത്തിൽ അലഞ്ഞുകൊണ്ട് പറഞ്ഞു നിന്നു. തിരിച്ചു പോരുമ്പോൾ കാശിയെ പഠിപ്പിച്ച അധ്യാപികയെ ആൽച്ചോട്ടിൽ വെച്ച് മഹാലക്ഷ്മി കാണാനിടയായി. ലക്ഷ്മി, എത്ര നാളായിടോ കണ്ടിട്ട്? അവരുടെ ചോദ്യം കേട്ട് മഹാലക്ഷ്മി വേദനയോടെ പുഞ്ചിരി സമ്മാനിച്ചു. ടീച്ചർ എന്നാ നാട്ടിലേക്ക് വന്നത്? മോനും കുടുംബം എല്ലാവരും വന്നിട്ടുണ്ടോ? ഇല്ല ലക്ഷ്മി, അവനിപ്പോൾ ബിസിനസ്സിൻ്റെയൊക്കെ തിരക്കിലാണ്. കുറേയായി നാട്ടിലൊക്കെ വന്നിട്ട്. വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? അമ്മയുടെ ഒപ്പം കുട്ടിക്കുറുമ്പനെ കാണാറുണ്ടായിരുന്നല്ലോ, ആളെവിടെ? അത് മോനിവിടെ ഇല്ല. ആണോ? പുറത്താണോ ജോലി ചെയ്യുന്നത്? എവിടെയാണ് ജോബ് കിട്ടിയേ? പഠിക്കാൻ മിടുമിടുക്കനായിരുന്നെങ്കിലും ഉഴപ്പായിരുന്നു അവൻ്റെ മെയിൻ പണി. എൻ്റെ മോനൊക്കെ ആവറേജ് ആയിരുന്നു. എൻ്റെ മോനെ പോലെ കുത്തിയിരുന്ന് പഠിച്ചില്ലെങ്കിലും ഏത് ചോദ്യം ചോദിച്ചാലും പറയും. ഏതെങ്കിലും ടീച്ചർമാർ ദേഷ്യത്തിലെങ്ങാനും ചോദിച്ചാൽ പറയാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞൊരു ഇടഞ്ഞു നിൽപ്പാണ്. പക്ഷേ എന്നോട് അവൻ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. പഠിക്കുക എന്ന് പറയുന്ന അവൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്നാലും അവൻ വലിയ നിലയിൽ എത്തുമെന്ന് എനിക്കറിയായിരുന്നു. എവിടെയാടോ പറ? അതോ അവൻ്റെ സ്വപ്നത്തിൻ്റെ പുറകെ പോയോ? അവനല്ലേ ആള്, സ്വപ്നത്തിൻ്റെ പുറകെ തന്നെ പോയി കാണും. എന്നിട്ട് എവിടെയാ അവനിപ്പോ? ടീച്ചറുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാവാതെ മഹാലക്ഷ്മി മുഖം താഴ്ത്തി. അയ്യോ, അപ്പൊ ടീച്ചറൊന്നും അറിഞ്ഞില്ലേ? കാശിനാഥനിപ്പോ വലിയ നിലയിലാണ്, അങ്ങ് സെൻട്രൽ ജയിലിൽ. അതുകൊണ്ടാണ് ഊമയെ പോലെ മകന് സെൻട്രൽ ജയിലിൽ ജോലി കിട്ടിയ കാര്യം അവര് പറയാത്തെ. ആൽത്തറയിൽ കൂടിയിരിക്കുന്ന ഒരു പറ്റം മധ്യവയസ്സായവർ മഹാലക്ഷ്മിയെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് ടീച്ചറോട് പറഞ്ഞു. അതുവരെ കരയാതെ പിടിച്ചിരുന്ന മഹാലക്ഷ്മി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ടീച്ചറെ ചുറ്റിപ്പിടിച്ചു. ലക്ഷ്മി, കരയാതെ. ഓ, ഒരു കണ്ണീര്. കൊലപാതകം ചെയ്ത് സെൻട്രൽ ജയിലിൽ പോയി കിടക്കുന്ന ആ തെമ്മാടിക്ക് വേണ്ടിയാണ് ഇവരിവിടെ ദിനവും വന്ന് പ്രാർത്ഥിക്കുന്നത്. അവനെപ്പോലെ തെമ്മാടി ഈ നാട്ടിലെങ്ങൂല. ഇതുപോലെ ഒരെണ്ണത്തിന് എങ്ങനെയാണാവോ ഇത്രയും കാലം വളർത്തിയത്? എല്ലാം കേട്ട് ടീച്ചറുടെ നെഞ്ചിൽ ചാരിന്ന് കരയുന്ന ലക്ഷ്മി സാരിത്തുമ്പ് വായോട് ചേർത്ത് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വേഗം നടന്നുപോയി. ഓ, അവനില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ സുഖം അവളെ കാണുമ്പോൾ ഇതുപോലൊന്ന് കുത്തിപ്പറയാലോ എന്നാണ്. അവനുള്ളപ്പോൾ അവളെ നോക്കാൻ തന്നെ പേടിയായിരുന്നു. അവൻ ഒരിക്കലും വരരുതേ ദേവി. പ്രായമായാലും സൗന്ദര്യം കുറയാത്ത അവളെ കാണാൻ ഇപ്പോഴെന്തൊരു ചേലാണ്. ഓടിപ്പോകുന്ന മഹാലക്ഷ്മിയെ നോക്കിക്കൊണ്ട് കേശവൻ കോരിത്തെരിപ്പോടെ പറഞ്ഞതും അവിടെ ആ കൂട്ടിച്ചിരിയായി. കാശി വരുമ്പോൾ ഇതുപോലൊക്കെ പറയാൻ നിനക്കൊക്കെ നാക്ക് പൊന്തില്ല. അറിയാലവനെ, നാണമില്ലാത്ത വർഗങ്ങൾ. അറപ്പോടെ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് ടീച്ചർ അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് നടന്നു. ഓ പിന്നെ, അവൻ ഞങ്ങളെയൊക്കെ മൂക്കിൽ വലിച്ച് കയറ്റിയല്ലേ? ചേട്ടാ, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അവൻ ഇവിടെ നിന്ന് എഴുതി വെല്ലുവിളിക്കാൻ പോയത്? കൂട്ടത്തിലിരിക്കുന്ന ഒരാൾ അയാളോട് ചോദിച്ചു. അവൻ ഇനി വരില്ല, വരാതിരിക്കാനുള്ള പണിയൊക്കെ ഒരുങ്ങുന്നുണ്ട് മോനെ. കേശവൻ ശത്രുസ്ഥാനത്തെ കാര്യസ്ഥനാണ്. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് അവരങ്ങനെയൊക്കെ പറയാൻ പോയി കേശവേട്ടാ? ഇതവരുടെ വീട്ടിലുള്ളവരറിഞ്ഞാലേ ഞങ്ങളൊന്നിനും ഇല്ലാട്ടോ. അവൻ വന്നാൽ സ്വയം പോയി തല്ലു വാങ്ങിയാൽ മതി. ഏയ്, അവൻ വരില്ല. മനസ്സിൽ ഭയം നിറഞ്ഞെങ്കിലും അയാൾ പുറത്ത് കാണിക്കാതെ ചിരിയോടെ പറഞ്ഞു. രാത്രിയിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് കാശിയും ബാലും കുറച്ചുപേരും കൂടി വലിയ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയായിരുന്നു. കാശി, നീയൊന്നും കഴിച്ചില്ലല്ലോ? എനിക്കൊന്നും വേണ്ട. വലിയ ചെമ്പ് കയ്യിലേറ്റിക്കൊണ്ട് കാശി പോകുന്ന നോക്കി ബാലുവും വിഷ്ണുവും നിന്നു. അവൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഇനി 14 ദിവസം അവൻ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുമ്പോൾ വല്ലാത്ത സങ്കടം. ബാലു കാശിയെ നോക്കിയെന്ന് വിഷ്ണുവിനോട് പറഞ്ഞു. തിരിച്ചു വരാൻ പറയാൻ കഴിയാത്തൊരിടത്ത് ആയിപ്പോയില്ല നമ്മൾ. അവൻ പോയിക്കോട്ടെ ബാലു. അവനിന്ന് അമ്മയെ കാണാത്തതിൽ വലിയ സങ്കടമുണ്ട്. പോയിക്കോട്ടെ. ബാലുവും വിഷ്ണുവും വീണ്ടും പണികളിൽ ഏർപ്പെട്ടു. രാത്രി ഉറങ്ങാതെ കാശി ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. അവൻ ഇരു കൈകളിലേക്ക് നോക്കി. അമ്മയുടെ കാശിയുടെ കൈകൾ എന്തൊരു മിനുസാണ്. തൻ്റെ കൈകൾ മുഖത്തോട് ചേർത്ത് വെച്ച് പുഞ്ചിരിയോടെ പറയുന്ന അമ്മയെ ഓർത്തുകൊണ്ട് അവൻ തൻ്റെ ഇരു കൈകളിലേക്ക് വീണ്ടും നോക്കി. അമ്മയുടെ കാശിയുടെ കൈകൾക്ക് ഇനി പഴയ മിനുസൊന്നും ഉണ്ടാവില്ല.
പച്ചക്കറിത്തോട്ടത്തിൽ മണ്ണ് കിളക്കിയായിരുന്നു കാശിയും കൂട്ടരും. കാശി, ഒന്ന് ചോദിച്ചോട്ടെ? ആ, ചോദിക്കൂ. നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആദ്യമൊക്കെ ഞങ്ങൾ ചോദിച്ചാൽ നീ അപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കായിരുന്നു. പിന്നെ എത്രയോ കഴിഞ്ഞാണ് അമ്മയെപ്പറ്റി പറഞ്ഞ്. പിന്നെ ആരെപ്പറ്റിയും പറഞ്ഞില്ല. DGP ഭാസ്കർ ബൽറാം നിന്നെ കാണാൻ വന്നെന്ന് പറഞ്ഞാൽ നീ അപ്പോഴൊക്കെ ദേഷ്യപ്പെടുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ തമ്മിൽ ബന്ധമെന്തെന്ന് ഇവിടുത്തെ പോലീസുകാർക്ക് അറിയാമെങ്കിലും ഞങ്ങൾ തടവുകാർക്ക് അറിയില്ല. മണ്ണ് കിളച്ചുകൊണ്ടിരിക്കുന്ന കാശി കിളക്കുന്ന നിർത്തി ബാലുവിൻ്റെ ചോദ്യം കേട്ട് നിലത്തിരുന്നു. എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയണല്ലേ? അല്ല കാശി, ഞങ്ങൾ ചോദിച്ചെന്നേയുള്ളൂ. തൻ്റെ മുഖത്തെ ഗൗരവം കണ്ട് തപ്പിപ്പിടിച്ച് പറഞ്ഞൊപ്പിക്കുന്ന ബാലുവിനെ കണ്ട് കാശി ഉള്ളിൽ നിന്ന് തേട്ടി വന്ന ചിരിയെ മായ്ച്ചുകൊണ്ട് മുഖം തിരിച്ചു. എൻ്റെ വീട്ടിൽ എന്നെ ഏറ്റവും സ്നേഹിക്കുന്നത് എൻ്റെ അമ്മയാ. പിന്നെ ഒരു 4 കുരങ്ങന്മാരുണ്ട് എന്നെ സ്നേഹിച്ചു കൊല്ലുന്നവർ. ഞാനെന്ന് പറഞ്ഞാൽ ജീവനാണ് അവന്മാർക്ക്. പിന്നെ ഒരു കുഞ്ഞു കിളിയുണ്ട്. പിന്നെ 2 മാനുകളുണ്ട്. പിന്നെ ഒരു ആനയുണ്ട്. എൻ്റെ നായ്ക്കളുണ്ട്. അല്ല വച്ചാ, നിങ്ങൾ കാട്ടിലാണോ ജീവിക്കുന്നത്? അപ്പോൾ നിങ്ങളാ കാട്ടിലെ സിംഹമാണോ? കാശി പറയുന്നതിനിടയിൽ കയറി ഒരുത്തൻ ചോദിച്ചു. അതേടാ, ഞാൻ കാട്ടിലെ സിംഹമാണ്. പിന്നെ എനിക്കൊരു പ്രധാന എതിരാളിയുണ്ട്. വീട്ടിൽ തന്നെ ഉള്ളതാണ്. അതാരാ മച്ചാ? ബാലുവിൻ്റെ ചോദ്യം കേട്ട് വേദനയോടെ ഒരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ വിടർന്നു. ആരുമില്ല, ഇതൊക്കെയാണ് എൻ്റെ കുടുംബം. അപ്പോൾ DGP ആയിട്ടുള്ള ബന്ധം? അങ്ങേരെൻ്റെ അമ്മാവനാണ്. അവൻ പറഞ്ഞതും എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റു. നീ DGPയുടെ വീട്ടിലാണോ? എന്നിട്ട് ഞങ്ങളോട് പറയാതിരുന്നേ? ബാലു ഞെട്ടൽ വിട്ടുമാറാതെ നോക്കി. ഛേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അങ്ങേരെൻ്റെ അമ്മാവനൊന്നുമല്ല. ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. അല്ല, നീ DGPയുടെ കുടുംബത്തിലുള്ള ആൾ തന്നെയാ. അതുകൊണ്ടല്ലേ സാറുമാർ ഇവിടെ നീ വന്നപ്പോൾ നിന്നോട് ജോലി ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞത്? നീ അവരോട് ചൂടായിട്ട് എല്ലാവരെയും പോലെയാണ് ഞാനെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. നീ എന്താ ഇതൊക്കെ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചേ? ബാലു പറഞ്ഞു. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സാധാരണക്കാരനാണെന്ന്? ഞാൻ വെറുതെ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. പോയെ പണിയെടുത്തേ, ഞാൻ ബാബയുടെ അടുത്ത് പോയിട്ട് വരാം. അവൻ ബാലുവിൻ്റെയും വിഷ്ണുവിൻ്റെയും തോളിൽ പിടിച്ച് അവരോട് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടന്നു. അവൻ്റെ മുമ്പിലേക്ക് പരമേശ്വരൻ ചിരിയോടെ വന്നു നിന്നു. എന്തിനാ അവരോട് കള്ളം പറഞ്ഞേ? എന്ത് കള്ളം? ഗൗരവം വിടാതെ കാശിയോട് ചോദിച്ചു. ഭാസ്കർ സാർ അമ്മാവനല്ലെന്ന്. അതിനിപ്പോൾ സാറിന് എന്താണ്? അങ്ങനെ എൻ്റെ അമ്മാവൻ തന്നെയാ എൻ്റെ ബാസുപ്പ. എനിക്ക് സുഹൃത്തിനെ പോലെയാണ് അദ്ദേഹം. അതിപ്പോൾ എല്ലാവരോടും പറഞ്ഞെടുക്കുന്നുണ്ടോ? ഞാനൊരു സാധാരണക്കാരനാണ്. എന്നെ അങ്ങനെ കണ്ടാൽ മതി, മനസ്സിലായോ? അവൻ ദേഷ്യപ്പെട്ടു. കാശി, ഇനി എന്താണ്? അവൻ തിരിഞ്ഞു നോക്കിയോണ്ട് ചോദിച്ചു. കാശി, ഇവിടെ ലൈബ്രറിയുടെ അടുത്തുള്ള മുറിയിൽ വായിക്കാൻ അറിയാത്തവർ ക്ലാസ് എടുത്തു കൊടുക്കുമല്ലേ? മലയാളം പോലും വായിക്കാൻ അറിയാത്തവരെ വായിക്കാൻ എഴുതാനും പഠിപ്പിച്ചു. പല ഭാഷയിലുള്ള പുസ്തകങ്ങൾ വരെ അവരേക്കപ്പോൾ വായിക്കാൻ പഠിച്ചു. മുമ്പത്തെ സൂപ്രണ്ട് സാറിനോട് അനുമതി ചോദിച്ച് നീ ചെയ്തത് നല്ല കാര്യമാണ് കേട്ടോ. അയാൾ അവനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ച് അവനോടൊപ്പം നടക്കാൻ തുടങ്ങി. കാശിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്താണ് സാറിൻ്റെ ഉദ്ദേശം? ഞാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. അല്ല, ഞാൻ കാശി. അവൻ്റെ ദേഷ്യത്തോടുള്ള നോട്ടം കണ്ട് അയാൾ തപ്പിപ്പിടിക്കാൻ തുടങ്ങി. എന്നെ പുകഴ്ത്തി പറഞ്ഞു നടന്ന സാറിന് DGPയുടെ കയ്യിൽ നിന്ന് പ്രൊമോഷനൊന്നും കിട്ടില്ല. പിന്നെ എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് എന്നെ ഇങ്ങനെ വാനോളം പുകഴ്ത്തി നടക്കുന്നത്? എന്താണെന്ന് അവൻ ദേഷ്യത്തോടെ അയാളോട് ചോദിച്ചു. അല്ല ഭാസ്കർ സാർ. ഓഹോ, അപ്പോൾ അതാണ് കാര്യം. ഞാൻ ജീവിച്ച ചുറ്റുപാട് അങ്ങേരിൽ നിന്ന് അറിഞ്ഞ് ഇവിടെ ഈ ജോലികളെല്ലാം ചെയ്ത് നടക്കുമ്പോൾ സാറിന് എന്നോട് സഹതാപം അല്ലേ? അയ്യോ, അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാൻ എന്ത് പണിയെടുക്കുമ്പോഴും സാറിൻ്റെ പിന്നാലെ നടന്ന് സഹതാപത്തോടെ നോക്കുന്നു. എന്താണ് അതിൻ്റെ കാര്യം? എനിക്കെന്താ ഇതൊന്നും ചെയ്തൂടെ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ എൻ്റെ പിന്നാലെ നടന്ന് എന്നെ സഹതാപത്തോടെ നോക്കിയാലുണ്ടല്ലോ, എല്ലാവരെയും കാണുന്ന പോലെ എന്നെയും കണ്ടാൽ മതി. ദേഷ്യത്തോടെ പറയുന്ന കാശിയെ നോക്കി അയാൾ കരയാൻ തുടങ്ങി. അയ്യേ, സാറ് ഇത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു സാറ് തിരിച്ച് 2 അടി തരുന്നു. കരയാതെ മാഷേ. പരമേശ്വരൻ്റെ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ട് അവൻ ബാലുവിൻ്റെ അടുത്തേക്ക് പോയി. പെട്ടെന്നൊരു ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. നീ എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുവല്ലേ? അന്തോണി പരമേശ്വരനെ ഇടിക്കുന്നതാണ് കാശി കണ്ടത്. അന്തോണിയെ തള്ളിമാറ്റി പരമേശ്വരൻ കാശിയുടെ അടുത്തേക്ക് ഓടി വന്നു. കാശി, എന്നെ രക്ഷിക്കണം, അവനെന്നെ കൊല്ലും. അയാൾ കാശിയുടെ പുറകിൽ വന്ന് പറഞ്ഞുകൊണ്ട് പേടിയോടെ അന്തോണിയെ നോക്കി നിന്നു. കാശി കോപത്തോടെ അന്തോണിയെ നോക്കി. പോയി അടിക്ക് സാർ അവനെ. തൻ്റെ പുറകിൽ നിൽക്കുന്ന പരമേശ്വരൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് കാശി ഗൗരവത്തോടെ പറഞ്ഞു. ഞാനോ? എനിക്ക് പേടിയാണ് കാശി. സാറൊരു പോലീസല്ലേ, എന്തിനാണ് അവന്മാരെയൊക്കെ പേടിക്കുന്നത്? പോയി അടിക്ക് സാറേ. കാശിയുടെ സ്വരം ഉയർന്നതും മേലാകെ ഊർജം കയറിയതുപോലെ പരമേശ്വരൻ അലറിക്കൊണ്ട് അന്തോണിയുടെ അടുത്തേക്ക് പാഞ്ഞെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചവിട്ടി. അന്തോണി പരമേശ്വരനെ തിരിച്ചു തല്ലാൻ തുടങ്ങി. കാശി, സാറിന് അവരടിക്കുന്നുണ്ടില്ലേ? ഒന്ന് പോയി പിടിച്ചു മാറ്റ്. എന്തിന്? അങ്ങേരിപ്പോൾ തിരിച്ചടിക്കും. അതിനിപ്പോൾ എൻ്റെ സഹായമൊന്നും വേണ്ട.
കാശി അടുത്ത് കണ്ട വലിയ കല്ലിന്റെ മേലെ കയറിയിരുന്ന് അടി കാണാൻ തുടങ്ങി. എടാ ഒന്ന് പോയി രക്ഷിക്കട കാശി, അങ്ങേര് തിരിച്ചടിക്കും നോക്കിക്കോ. കാശി അടികൊണ്ടിരിക്കുന്നതിനിടയിൽ ബാലുവിനോട് പറഞ്ഞതും അന്തോണിയെ തള്ളിമാറ്റുന്ന പരമേശ്വരനെയാണ് കണ്ടത്. പരമേശ്വരന്റെ അടി കണ്ട് എല്ലാവരും വായും പൊളിച്ചു നിന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് ബാലു? കൊള്ളാം കാശി, സാറ് എന്തൊരു അടി അടിക്കുന്നത്. അത്രയും ദിവസം എല്ലാവരോടും സൗമ്യമായി പെരുമാറിയുന്ന പരമേശ്വരൻ അല്ലായിരുന്നത്. കുറ്റവാളികളോട് പേടിയോടെ മിണ്ടുന്ന അയാളെ സഹപ്രവർത്തകർ കളിയാക്കി അടക്കം പറയുമായിരുന്നു. എന്നാൽ അന്തോണി അടിച്ചോടിക്കുന്ന സൂപ്രണ്ടിനെ കണ്ട് അഭിമാനത്തോടെ പോലീസുകാർ നോക്കിയിരുന്നു. എന്റെ അമ്മോ, എന്തൊരടിയാണ് കാശി, അങ്ങേരെ അവനെ അടിക്കുന്നത്. ബാലുവും വിഷ്ണുവും കാശിയുടെ ഇരുവശത്ത് നിന്നുകൊണ്ട് പറഞ്ഞു. കാശി കയ്യും പിണച്ച് കെട്ടിക്കൊണ്ട് അയാളുടെ അടി കാണുകയായിരുന്നു. അടികൊണ്ട് അവശനായ അന്തോണി എടുത്തുകൊണ്ടുപോവാൻ ഉറച്ച സ്വരത്തോടെ പരമേശ്വരൻ ആജ്ഞാപിച്ചു. കാശിയെ നോക്കി പരമേശ്വരൻ പുഞ്ചിരിച്ചു. അയാളോട് തിരിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് കാശി തിരിഞ്ഞു നടന്നു. ചുറ്റും തന്നെ അഭിമാനത്തോടെ നോക്കുന്ന പോലീസുകാരെ കണ്ടപ്പോൾ അയാൾക്കുള്ളിൽ ആത്മവിശ്വാസം കൂടി. ഇത്ര നാളും ഉള്ളിലുണ്ടായിരുന്ന ഭയമെല്ലാം ഇല്ലാതായത് അയാൾ അറിഞ്ഞു. ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. കാശിക്ക് പോകേണ്ട ദിവസം നാളെയാണ്. ദിവസങ്ങൾ കുറഞ്ഞു വരുന്തോറും അവൻ്റെ ഉറക്കവും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. രാത്രിയിൽ ഉറങ്ങാതെ കാശിനാഥൻ ജനലരികിൽ വന്ന് നിലാവിനെ നോക്കി നിന്നു. അകലെ തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖത്തെ ദുഃഖം അവന് മുന്നിൽ തെളിയുന്ന പോലെ തോന്നി. അവനൊരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു. തോളിൽ ഒരു കൈ പതിഞ്ഞപ്പോൾ കാശിനാഥൻ തിരിഞ്ഞു നോക്കി. ബാബ. വിറക്കുന്ന ചുണ്ടുകളോടെ അവൻ ബാബയെ വിളിച്ചു. നീ എന്തോ ഉറങ്ങാത്ത? ഉറക്കം വരുന്നില്ല ബാബ. ഉറങ്ങുമ്പോൾ അമ്മയുടെ തേങ്ങൽ കാതുകളിൽ മുഴങ്ങുന്നു. സ്വപ്നങ്ങൾ തകർന്നിരുന്ന ദിവസം എന്നെ വല്ലാതെ കുത്തി നോവിക്കുന്നു. എനിക്കിനി നേടാനൊന്നുമില്ല. എൻ്റേതെന്ന് കരുതിയതെല്ലാം എന്നെ വിട്ടു പോകുന്നു. എൻ്റെ സ്വപ്നത്തിന് പിറകെ ഞാൻ ഓടുമ്പോൾ എന്നെ കുത്തുവാക്കുകളും പരിഹാസവും കൊണ്ട് പൊതിഞ്ഞവരുടെ വാക്കുകളോട് ഞാൻ പൊരുതിയാണ് എൻ്റെ സ്വപ്നത്തിനടുത്തേക്കെത്താൻ ഞാൻ കുതിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എനിക്കെല്ലാം നഷ്ടമായി. ഞാൻ ആഗ്രഹിച്ച സ്വപ്നം എന്നേക്കുമായി എന്നെ വിട്ടുപോയി. ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. കോളേജ് ഗ്രൗണ്ടിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ പേര് ആഹ്ലാദത്തോടെ ആർത്ത് വിളിക്കുന്ന കോളേജ് സ്റ്റുഡൻസിൻ്റെ ശബ്ദങ്ങൾ. എനിക്കിനി ചെയ്യാനൊന്നുമില്ല. പോകാൻ എനിക്കൊരിടമുണ്ടെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ഞാൻ കൊലപാതകെന്ന വിളി കേൾക്കേണ്ടി വരും. എൻ്റെ ദേഷ്യം കാരണം എൻ്റെ അമ്മ ഇനിയും കണ്ണീർ കുടിക്കേണ്ടി വരും. എന്നെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരിൽ നിന്ന് വഴക്ക് കേൾക്കേണ്ടി വരും. ഞാൻ എന്തിനാണ് ബാബ ഇങ്ങനെയായത്? എനിക്കെൻ്റെ ദേഷ്യത്തെ പിടിച്ചു നിർത്താനാവുന്നില്ല. എൻ്റെ വീട്ടിൽ ആർക്കും ഇങ്ങനെയൊരു സ്വഭാവമില്ല. ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? എനിക്ക് സ്വഭാവം മാറ്റാൻ കഴിയുന്നില്ല. ഈ ദേഷ്യമില്ലെങ്കിൽ കാശിനാഥനില്ല. ബാബ, ഞാൻ മാറില്ല. മരണം വരെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ നന്നാവില്ല ബാബ. ജനൽ കമ്പികൾ പിടിച്ചു ഞെരിച്ചുകൊണ്ട് അവൻ പറയുന്ന കേട്ട് ബാബ വിദൂരതയിലേക്ക് നോക്കിയിരുന്നു. അയാൾ കട്ടിലിൻ്റെ ഒരറ്റത്തിരുന്നു. മോനെ, നീ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണം. ബാബയുടെ മുഖത്തേക്ക് അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ബാബ, എന്തിനാണ് ഞാൻ പോകുന്നത്? എന്നെ സ്നേഹിക്കുന്നവരുടെ കണ്ണീര് കാണാനോ? കാശിനാഥൻ, നീ ഒരു ഭീരു ആവരുത്. ബാബയുടെ സ്വരം ഉയർന്നു. അയാളുടെ സ്വരം കടുത്തിരുന്നു. കണ്ണുകളിൽ കോപം ജ്വലിച്ചെന്നിരുന്നു. അയാളുടെ ശബ്ദം കേട്ട് സെല്ലിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്ന തോമസ് എഴുന്നേറ്റു. നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ കണ്ട കാശിനാഥൻ ഭീരുവല്ല. ഒരു സിംഹമില്ലെങ്കിൽ ആ കാടിന് എന്തിനാണ് കൊള്ളുക? ആരെയും കൂസാത്ത ഭാവവും തീക്ഷ്ണതയുള്ള കണ്ണുകളും തലയുയർത്തിയുള്ള നിൽപ്പും ഒരു സിംഹത്തിനെ ഉണ്ടാവൂ. നിന്നിൽ ഞാനത് കണ്ടിട്ടുണ്ട്. അതാണ് കാശിനാഥൻ. നീ പറഞ്ഞിട്ട് എനിക്ക് നിന്റെ ജീവിതമെല്ലാം അറിയാം. നിന്റെ അമ്മ, നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരും നിന്റെ വരവിനാണ് കാത്തിരിക്കുന്നത്. നിന്നെ ഒന്ന് കാണാൻ എന്താ അവർക്ക് അവകാശമില്ലേ? തോറ്റുപോവാനുള്ളതല്ല ജീവിതം, ജയിച്ച് കാണിക്കാനുള്ളതാ. നിന്നെ പരിഹസിച്ചവരുടെയും കുറ്റപ്പെടുത്തിയവരുടെയും മുമ്പിലൂടെ നീ വിജയശ്രീലാളിതനെ പോലെ കടന്നു പോകുന്ന ഒരു ദിവസം കാലം നിനക്ക് തരും. ഇന്ന് നിന്നെ കുറ്റപ്പെടുത്തുന്നവരെല്ലാം ഒരിക്കൽ നിന്നോട് മാപ്പ് പറയുന്ന ഒരു ദിവസം വരും. നിന്റെ കണ്ണിൽ അഗ്നി തിളക്കണം, കണ്ണിൽ പകയെരിയണം. നിന്നെ ഈ അഴിക്കുള്ളിൽ എത്തിച്ചവനോട് നീ പകരം ചോദിക്കണം. നീ നിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം. അതാണ് എൻ്റെ ആഗ്രഹം. നിന്നെ കാണാൻ ആഗ്രഹിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തേക്ക് നീ പോകണം. തോറ്റു കൊടുക്കരുത് കാശി, ജയിച്ച് കാണിക്കണം. ബാബയുടെ വാക്കുകൾ ശക്തിയായി അവൻ്റെ ശ്രവണങ്ങളിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. ആ വാക്കുകൾ കാശിക്ക് കൂടുതൽ ധൈര്യം പകർന്നു നൽകി. ജനൽ കമ്പികളിൽ പിടിച്ചു നിൽക്കുന്ന അവൻ്റെ കൈകൾ വീണ്ടും കമ്പികളിൽ കോപത്തോടെ അമർത്താൻ തുടങ്ങി. ശത്രുക്കളെ കൊല്ലാനുള്ള പക അവൻ്റെ ഉള്ളിൽ നുരഞ്ഞുപൊന്തി. 5 വർഷം മുമ്പ് ഇവിടേക്ക് വരുമ്പോൾ വെറുപ്പോടെയായിരുന്നു ഇതിനുള്ളിൽ നിന്നിരുന്നത്. എന്നാൽ ഇന്ന് ഇവിടം വിട്ടുപോവാൻ അവൻ്റെ മനസ്സ് അനുവദിക്കാത്ത പോലെ തോന്നി. എല്ലാവരെയും വിട്ടുപോകുന്നതിൻ്റെ സങ്കടമായിരുന്നു മനസ്സിനിറയെ. ബാബ പറഞ്ഞ വാക്കുകൾ ഓർക്കുമ്പോൾ
എല്ലാ സങ്കടവും മറക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനമായി എല്ലാവരുടെയും കൂടെ ഇരുന്നുകൊണ്ട് അവൻ ഭക്ഷണം കഴിച്ചു. അവൻ പോവാനായി ഒരുങ്ങി. കാർമേഘം മൂടിക്കെട്ടിയതുകൊണ്ട് അന്തരീക്ഷമാകെ ഇരുണ്ടിരുന്നു. അവൻ സെല്ലിൽ നിന്നിറങ്ങി. മുറ്റത്തേക്കുള്ള പടികൾ ഇറങ്ങുമ്പോൾ അവിടം വിട്ട് പോകുന്നതിൽ കാശിയുടെ ഉള്ളാകെ വിങ്ങി. മുറ്റത്ത് നിൽക്കുന്ന സഹതടവുകാരോട് യാത്ര പറഞ്ഞ് അവൻ സെല്ലിന് മുമ്പിൽ നിൽക്കുന്ന ബാബയെ നോക്കി. അവൻ നോക്കുന്ന കണ്ട് ബാബ വേദനയോടെ തിരിഞ്ഞു നിന്നു. കാശി ഓടിച്ചെന്ന് അയാളെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ചു. അവന്റെ മെഴുനീർത്തുള്ളികൾ അയാളുടെ തോളിലേക്ക് വീണുകൊണ്ടിരുന്നു. തിരിഞ്ഞിന്ന് ബാബ അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. തിരിച്ചവനും. ഇനി എന്നാണ് കാണുക ബാബ? എന്നെങ്കിലും കാണാം. എന്നെ കാണാൻ എൻ്റെ വീട്ടിലേക്ക് വരുമോ? ശ്രമിക്കാം. നന്ദിയുണ്ട് എന്നെ സ്നേഹിച്ചതിന്. നീ എൻ്റെ കാശിയല്ലേ മോനെ. ഇടറിയ സ്വരത്തോടെ അയാൾ പറഞ്ഞതും ഉള്ളിൽ നിന്ന് തേട്ടി വന്ന കരച്ചിലിനെ അവൻ പിടിച്ചു നിർത്തി. അയാളെ ചുറ്റിപ്പിടിച്ചതുകൊണ്ട് തന്നെ പുറകിൽ നിൽക്കുന്ന തോമസ് ചേട്ടനോടും ബാലുവിനോടും വിഷ്ണുവിനോടും അവൻ യാത്ര പറഞ്ഞു. പോട്ടെ തോമസ് ചേട്ടാ. അടുത്ത് നിൽക്കുന്ന തോമസിന്റെ കവിളിൽ മെല്ലെ തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. പോട്ടെടാ പോത്തുകളെ, വീട്ടിലേക്ക് വരണം കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ. ബാലുവിൻ്റെയും വിഷ്ണുവിൻ്റെയും കവിളിൽ മെല്ലെ നുള്ളിക്കൊണ്ട് അവൻ പറഞ്ഞു. അവരുടെ നിറയുന്ന കണ്ണുകൾ അവൻ തുടച്ചു കൊടുത്തു. നമ്മുടെ ബാബയും തോമസ് ചേട്ടനെയും നോക്കണം കേട്ടോ. അത്രയും പറഞ്ഞ് താൻ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ബാബയുടെ കവിളിൽ ഒരു മുത്തം നൽകി കാശി ആരെയും തിരിഞ്ഞു നോക്കാൻ നടന്നു നീങ്ങി. പുറകിലേക്ക് നോക്കാതെ പോകുന്ന അവൻ്റെ നെഞ്ച് വിങ്ങിപ്പൊട്ടിയിരുന്നു. പരമേശ്വരൻ്റെ ഓഫീസ് മുറിയിലേക്ക് അവൻ ചെന്നു. നന്നായി വരും. അവൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് പരമേശ്വരൻ പറഞ്ഞു. കാശി അയാളോട് മന്ദഹസിച്ചു. ബാബയൊന്ന് ശ്രദ്ധിക്കണം, വയ്യാത്ത ആളാണ്. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. അന്തോണി ഇനി ഒരു കുഴപ്പമുണ്ടാക്കില്ല, ഞാൻ നോക്കിക്കോളാം. പരമേശ്വരൻ അവന് ഉറപ്പ് നൽകി. ഈ ഡ്രസ്സ് ഇട്ടോളൂ. അവൻ്റെ കയ്യിലേക്ക് ഒരു ടെക്സ്റ്റൈൽസിൻ്റെ കവർ വെച്ചു കൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു. കാശി അത് തുറന്നു നോക്കി. ബ്രാൻഡഡായ പാൻറ്റും ഷർട്ടുമായിരുന്നു അതിനുള്ളിൽ. ബാസുപ്പ വന്നിരുന്നല്ലേ? കാശി ഗൗരവത്തോടെ അയാളോട് ചോദിച്ചു. കള്ളം പറയുന്നില്ല, വന്നിരുന്നു. ഇത് ഇട്ടേച്ചിരിക്കാൻ പറഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ നിന്റെ വീട്ടിൽ നിന്ന് ആൾ വരും നിന്നെ കൊണ്ടുപോകാൻ. കാശി ദേഷ്യത്തോടെ കവർ ടേബിളിലേക്ക് വെച്ചു. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പോലീസ് ജീപ്പിലാണ്. ഇനി അങ്ങോട്ട് പോവാൻ എന്നെ എല്ലാവരും കൂടി ആനയിച്ച് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. വന്നാ പറഞ്ഞേക്ക് ഞാൻ പോയെന്ന്. അവൻ വേഗം പുറത്തേക്ക് പോയി. പരമേശ്വരൻ അവന് പുറകെ പോയി. ഞാൻ പോട്ടെ സാറേ. അയാൾക്ക് കൈ കൊടുത്തുകൊണ്ട് കാശി പുറത്തേക്കുള്ള കവാടത്തിന് മുമ്പിൽ നിന്നോട് ചോദിച്ചു. എന്തെങ്കിലും കാണാം. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാശിനാഥൻ ജയിലിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. പഴയ ലോകത്തേക്ക് അവൻ കാലെടുത്തു വെച്ചു. തൻ്റെ മുമ്പിൽ അടഞ്ഞ ജയിലിൻ്റെ വാതിൽ കണ്ടപ്പോൾ അവന് വേദന തോന്നി. അതിനുള്ളിൽ തൻ്റെ സ്നേഹിക്കുന്നവർ വിട്ടുപോകുന്നോർത്ത്. കാശിനാഥനെ കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്ക് കാശി എത്തുന്നു. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എങ്ങനെയാണ് കാശിനാഥൻ ജയിലിലെത്തിയത്? ആരാണിതിന് പിന്നിൽ? കാശിനാഥൻ്റെ പ്രണയത്തിന് എന്ത് സംഭവിച്ചു? തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.